Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് CSST ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? എന്താണ് ഒരു CSST അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടിയിട്ടാ CSST ഉള്ളത്? Sterilization ചെയ്യാൻ. സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ, ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ അല്ലെ? എന്ത് സ്റ്റെറിലൈസ് ചെയ്യാനാണ്? എന്താണ് അതെ, ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യാൻ, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ CSST എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ഓക്കെ, ചാപ്റ്റർ 5 ആണ് ഇതിൽ കിടക്കുന്നത് കേട്ടോ. പേപ്പർ നമ്പർ ആണ് കേട്ടോ, പേപ്പറിന്റെ വയസ്സാണ് അത് ചാപ്റ്റർ 5 ആയിട്ട് കിടക്കുന്നത്. നിങ്ങളുടെ ചിലപ്പോൾ ചാപ്റ്റർ നമ്പർ 21 ആയിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കി ഇൻട്രൊഡക്ഷൻ എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ? സർജറിയുടെ ഇൻഫെക്ഷൻ അല്ലെ? ആ ഒരു വൗണ്ടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പറഞ്ഞത് എന്താ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് അത് ഉണ്ടാവാനായിട്ടുള്ള കാരണം അല്ലെ, അതെങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നോക്കി, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് അതായത് സർജറിയുടെ ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട്, അവിടെ ആ ഒരു മുറിവുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സർജറി ചെയ്യുന്ന സമയത്ത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുവഴി എന്ത് ചെയ്യും? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യണം. ഇങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടും ഏറ്റവും അംഗീകരിതമായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് എന്താണ്? ഈ സർജിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം എന്ത് ചെയ്യുക? സ്റ്റെറിലൈസേഷൻ നടത്തുക, അണുനശീകരണം ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഏതൊരു ഹോസ്പിറ്റലിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSST എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു CSSTയില് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഇങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള യൂസ്ഡ് എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്യുകയും അത് പ്രോസസ് ചെയ്യുകയും അതിനെ ഡികണ്ടാമിനേഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് തിരിച്ച് അതേത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോ എപ്പോഴും എല്ലാ എക്യുപ്മെന്റ്സും എങ്ങനെയായിരിക്കണം? ഉപയോഗശേഷം അത് സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കണം. അതാണ് ഇവിടെ ഈ CSST എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ, നോക്കി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? ഇനി എന്താണ് ഒരു CSST അല്ലെങ്കിൽ ഒരു സെൻട്രൽ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റ്, സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. The CSST consists of those services within a hospital which accepts, stores, process, distributes and controls professional supplies and equipment, both sterile and non-sterile, and from all departments of the hospital for the care and safety of patients. CSST എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിനുള്ളിൽ വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു സേവനമാണ് അല്ലെ? ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രധാന സേവനമാണ് CSST എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും, ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വരുന്നതായിട്ടുള്ള യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഉപയോഗിച്ചതായിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ, അതെന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ സ്വീകരിക്കുകയും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അതിനെ പ്രോസസ്സിംഗ് നടത്തുന്നു. സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രോസസ്സിംഗ് നടത്തുകയും അതിനെ എന്ത് ചെയ്യുന്നു? അണുവിമുക്തമാക്കിയതിനു ശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ തിരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? വിതരണം ചെയ്യുന്നു. ഇത്രയും പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് കൺട്രോൾസ് പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ അല്ലെ? സ്റ്റെറൈൽ ആയിട്ടുള്ളത്, അതായത് അണുവിമുക്തമാക്കിയതും അണുവിമുക്തമാക്കാത്തതുമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സിന്റെയും സപ്ലൈയും അതിന്റെ കൺട്രോളും ഒക്കെ എവിടെയാണ്? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സപ്ലൈസിന്റെയും എക്യുപ്മെന്റിന്റെ ഒക്കെ കൺട്രോൾ നടത്തുന്നത് ഈ ഒരു CSST എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. കാരണം എന്താ? അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് എങ്ങനെയായിരിക്കും?
എന്തായിരിക്കും? യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും അല്ലെ, യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളായിരിക്കും. എന്നാൽ ഇവിടെ നിന്ന് പ്രോസസ്സിംഗ് കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സ്റ്റെറൈൽ ആയിരിക്കും അല്ലെ, അതായത് അണുവിമുക്തമാക്കിയതായിരിക്കും. അപ്പൊ രണ്ടും ഇപ്പൊ നോൺ സ്റ്റെറൈൽ ആയിക്കോട്ടെ സ്റ്റെറൈൽ ആയിക്കോട്ടെ രണ്ട് രീതിയിലുള്ള എക്യുപ്മെന്റ്സിനെ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫ്രം ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഇങ്ങനെയുള്ള യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കളക്ട് ചെയ്യുന്നതും അതിനെ പ്രോസസ് ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഐറ്റംസ് തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും കെയർ ആൻഡ് സേഫ്റ്റി, അവരുടെ ആ ഒരു എന്താണ് പരിചരണം അല്ലെ, ആരോഗ്യകരമായിട്ടുള്ള നല്ല രീതിയിലുള്ള പരിചരണത്തിന്, അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റി, അവരുടെ ആ ഒരു സുരക്ഷിതത്വവും മുൻനിർത്തിക്കൊണ്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു CSD ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയുള്ള യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളിലൊക്കെ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഏതൊരു ഹോസ്പിറ്റലും എയിം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല ക്വാളിറ്റി ഉള്ള കെയർ കൊടുക്കുക അല്ലെ, അവരുടെ അവർക്ക് ഒരു നല്ല സേഫ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റും പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ CSSD എന്താണെന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. CSSD എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളും കാര്യങ്ങളും ആണ്. കുറച്ച് പോയിന്റ്സ് ഉള്ളൂ, 7 പോയിന്റ്സ്. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ നോക്കി, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കി, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്. എന്താണ്? സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള അണുനശീകരണം നടത്തിയതായിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നു. അതാണ് ആദ്യത്തെ വരുന്ന പോയിന്റ് അല്ലെ. നമ്മൾ പറഞ്ഞ കാര്യമാണ് നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അണുവിമുക്തമാക്കാത്തതായിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് നമ്മൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ സപ്ലൈ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള അണുവിമുക്തമാക്കിയ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അതാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് നോക്കിയേ, സെക്കൻഡ് പോയിന്റ്, ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ പോലുള്ള ഇൻഫെക്ഷൻസ്, ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് വരുന്ന ഇൻഫെക്ഷൻസ് നടത്തുന്ന ആ ഒരു സംഭവം, അതാണ് ഇൻസിഡൻസ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു സംഭവത്തിന്റെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിന്റെ ആ ഒരു സംഭവം അതുണ്ടാവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കോൺട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സംഭാവനകൾ നൽകുക. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന ആ സംഭവങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകുക. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കിയേ, ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. എക്സ്പെൻസീവ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വില കൂടിയ ഉപകരണങ്ങൾ അല്ലെ. വില കൂടിയ ഉപകരണങ്ങൾ നമുക്കറിയാം, ഹോസ്പിറ്റലില് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് അതിൻ്റെതായ വില കൂടിയ എക്യുപ്മെന്റ്സ് കാര്യങ്ങളും ഓരോ പ്രൊസീജിയറിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ ആ വില കൂടിയ എക്യുപ്മെന്റ്സുകൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് കളയുകയാണോ വേണ്ടത്? നമ്മുടെ വീടുകളിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചാൽ അത് ഉപയോഗശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് കഴുകിയെടുത്ത് പിന്നെ ഉപയോഗിക്കുക അല്ലെ. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? എക്യുപ്മെന്റ്സുകൾ, എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അവിടെ ആവശ്യമാണ്. എന്നാൽ അതെന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും വീണ്ടും വാങ്ങിച്ച് അതിന്റെ ആ ഒരു നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പിക്കുക അല്ലെ. ആ ഒരു ഇരട്ടിപ്പിക്കുന്നതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വില കൂടിയതായിട്ടുള്ള ഉപകരണങ്ങളുടെ ഇരട്ടിപ്പിനെ ഒഴിവാക്കുക. അങ്ങനെ ഇരട്ടിപ്പിനെ ഒഴിവാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആ സെയിം എക്യുപ്മെന്റ് തന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക? സ്റ്റെറിലൈസേഷൻ ചെയ്തുകൊണ്ട് വീണ്ടും അത് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ പരമായിട്ട് ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കില്ല ഇതൊക്കെ. അപ്പൊ അത് പിന്നെയും വാങ്ങിച്ചു കൂട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ എങ്ങനെയാണ്? അത്
പിന്നെയും അത് തന്നെ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ അതിന് ഒരു കോൺട്രിബ്യൂഷൻ എന്തിന് ലക്ഷ്യമായിട്ട് വരുന്നുണ്ട്? CSSDയുടെ ലക്ഷ്യമായിട്ട് വരുന്നുണ്ട്. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്, വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സുകളുടെ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇരട്ടിപ്പ് ഒഴിവാക്കുക. ഓക്കെ. Then fourth point, to keep records of the efficacy of the cleaning, disinfection and sterilization process. ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യക്ഷമത, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്, ഏത് ഐറ്റംസ് ഒക്കെയാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാത്തിനെയും കുറിച്ചുമുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. To keep records of the efficacy of the cleaning, disinfection and sterilization process. ആ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യക്ഷമത, അതുപോലെ തന്നെ ഡിസ്ഇൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ചെയ്യുന്നത്, എത്ര നമ്പേഴ്സ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡുകളും എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. ഫിഫ്ത് പോയിന്റ് നോക്കിയേ, ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് controls necessary to avoid cross infection. എന്താണ് ഒരു ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ് അല്ലെ, ഒരാളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഐറ്റംസിൽ നിന്നോ മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യുന്നു? ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്ഫർ ആണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്രോസ് ഇൻഫെക്ഷൻസ്, അതായത് ഇങ്ങനെയുള്ള മൈക്രോബ്സ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാവും അല്ലെ. എന്തായാലും നിർബന്ധമായിട്ട് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാന്ന് പറയുന്നത് എന്താ? ഒഴിവാക്കുക. അത് ഒഴിവാക്കാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? എക്സിബിറ്റ് ചെയ്യുക, പ്രദർശിപ്പിക്കുകയും അതിനെ ഇമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുകയും ചെയ്യുക. ക്രോസ് ഇൻഫെക്ഷൻസ് ഒഴിവാക്കാനായിട്ടുള്ള, ഇൻഫെക്ഷൻസ് ഇങ്ങനെ സ്പ്രെഡ് ആയി പോകുന്നത് തടയാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കൺട്രോൾ മെഷേഴ്സും പ്രദർശിപ്പിക്കുകയും അത് ഇമ്പോസ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. നെക്സ്റ്റ് സിക്സ്ത് വൺ എന്താ പറയുന്നത്? ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. അവിടെയുള്ള എക്യുപ്മെന്റ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വരുന്നതായിട്ടുള്ള സപ്ലൈസും എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെയൊക്കെ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? വിവരപ്പട്ടികകള്. അതിന്റെയൊക്കെ വിവരപ്പട്ടികകൾ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. അവിടെ വരുന്ന ഓരോ എക്യുപ്മെന്റ്സിനെയും സപ്ലൈസിനെയും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഒക്കെ എന്താണ്? വിവരപ്പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ. സെവൻത് പോയിന്റ്, ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. പേഷ്യൻസിന് മാത്രമല്ല, പ്രധാനമായിട്ടും പേഷ്യൻസിനാണ് നമ്മൾ എയിം ചെയ്യുന്നത് എങ്കിൽ കൂടി അവരുമായി അനുബന്ധമായിട്ടിരിക്കുന്ന സ്റ്റാഫുകൾ അല്ലെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാർക്കും അതുപോലെ തന്നെ അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം? സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അറേഞ്ച് ചെയ്യുക എന്നതുകൂടി എന്തിന്റെ ഒബ്ജക്റ്റീവിൽ വരുന്നുണ്ട്? CSSDയുടെ ഒബ്ജക്റ്റീവിൽ വരുന്നുണ്ട്. അപ്പൊ 7 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷനിൽ വരുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക. ഓക്കെ. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താ? അവിടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന ആ സംഭവങ്ങളെ കുറയ്ക്കുന്നതിന് കോൺട്രിബ്യൂഷൻസ് നൽകുക. തേർഡ് വൺ എന്താ പറഞ്ഞത്? അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സിന്റെ ഇരട്ടിപ്പ് അത് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക. അപ്പൊ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് ആ സെയിം എക്യുപ്മെന്റിനെ വീണ്ടും വീണ്ടും സ്റ്റെറിലൈസേഷൻ നടത്തി ഉപയോഗിക്കുക. ഓക്കെ. ഫോർത്ത് പോയിന്റ് എന്താ പറഞ്ഞത്? ടു കീപ് റെക്കോർഡ്സ് ഓഫ് ദ എഫിക്കസി ഓഫ് ക്ലീനിങ്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. അവിടെ ക്ലീനിങ് നടത്തുന്നത് അതുപോലെ തന്നെ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്, സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെ കാര്യക്ഷമമായി കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ഫിഫ്ത് പോയിന്റ് എന്താ പറയുന്നത്? ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് controls necessary to avoid cross infection. ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ തടയുന്നതിനായിട്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും എന്ത് ചെയ്യുക? പ്രദർശിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. സിക്സ്ത് പോയിന്റ്, ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. അവിടെ വരുന്ന എല്ലാ എക്യുപ്മെന്റ്സിന്റെയും സപ്ലൈസിന്റെയും ഒക്കെ ഇൻവെന്ററി അല്ലെങ്കിൽ അവിടെ ഉള്ള നിലവിലുള്ള വർക്ക് ചെയ്യുന്നതായിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ എല്ലാത്തിന്റെയും
വിവര പട്ടികകള് മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? പേഷ്യൻസിനും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാർക്കും ആവശ്യമായിട്ടുള്ള ഒരു സേഫ് എൻവയോൺമെന്റ്, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് അതിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് CSSD വരുന്നത്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കി. ഡിസൈനിങ് ഓഫ് എ CSSD. ഒരു CSSD ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കാറുണ്ട്. ഏതൊരു ചാപ്റ്ററിലെ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും അതിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം, അതെങ്ങനെയായിരിക്കണം, അത് എവിടെ ഇതിന്റെ അടുത്തായിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കാറില്ലേ. അത് തന്നെയാണ് ഇവിടെ ഡിസൈനിങ് ഓഫ് എ CSSD പറയുന്നത് കേട്ടോ. നോക്കി, സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSSD ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് അനുസരിച്ച് ഡിഫോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസപ്പെടുക കേട്ടോ. വ്യത്യാസപ്പെടാം അല്ലെങ്കിൽ വ്യത്യാസപ്പെടുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഒരു CSSD ഡിപ്പാർട്ട്മെന്റ്, ഒരു ഹോസ്പിറ്റലില് ഒരു CSSD ഡിപ്പാർട്ട്മെന്റിന്റെ സൈസ്, അതിന്റെ എത്ര വലിപ്പം വേണം, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എത്ര സൈസിലായിരിക്കണം അല്ലെങ്കിൽ എത്ര വലുപ്പത്തിലായിരിക്കണം, അതുപോലെ അതിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നുള്ളത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് വ്യത്യാസപ്പെടാം. ഓക്കെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് ആ ഒരു CSSDയുടെ സൈസും ലൊക്കേഷനും ഒക്കെ എന്ത് ചെയ്യാം? വ്യത്യാസപ്പെടാം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ആസ് നിയർ ആസ് പോസിബിൾ ടു ദ ഓപ്പറേഷൻ തിയേറ്റർ A&E ഡിപ്പാർട്ട്മെന്റ്. എന്താണ് A&E ഡിപ്പാർട്ട്മെന്റ്? ഏതാ A&E ഡിപ്പാർട്ട്മെന്റ്? ഏതാണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഓക്കെ, അപ്പൊ ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ആസ് നിയർ ആസ്, എത്ര സാധ്യമായിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിനോടും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടും വാർഡുകളോടൊക്കെ അടുത്തായിട്ട്, അങ്ങനെ അടുത്ത് വരാനായിട്ട് സാധ്യതയുള്ളതനുസരിച്ച് അടുത്ത് എന്ത് ചെയ്യുക? ലൊക്കേറ്റ് ചെയ്യേണ്ടതാണ്. CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തിനോടൊക്കെ നിയർ ആയിരിക്കണം എന്നാണ് പറയുന്നത്? അടുത്തായിരിക്കണം എന്നാണ് പറയുന്നത്. ടു ദ ഓപ്പറേഷൻ തിയേറ്ററിനോടും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വാർഡുകളോടൊക്കെ അടുത്തായിരിക്കണം. അതിനൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ CSSD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ദ CSSD layout should be designed in a unidirectional flow. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. Unidirectional flow ആണ് CSSD. എന്താണ്? layout should be designed in a unidirectional flow. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അവിടെ എന്താ പറയുന്നത്? CSSD ഒരു ലേഔട്ട് അല്ലെങ്കിൽ ഒരു രൂപരേഖ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു യൂണിഡയറക്ഷണൽ ഫ്ലോ ആണ്. യൂണിഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ അല്ലെ, സിംഗിൾ ഡയറക്ഷനിൽ പോകുന്നതാണ്. ഒരു ഒറ്റ ഡയറക്ഷനിൽ മാത്രം പോകുന്നതായിട്ടുള്ള ഒരു ഫ്ലോ ആണ് CSSDയുടെ ലേഔട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് വരുന്നതിൽ പഠിക്കാം കേട്ടോ. അത് ഇതുകൊണ്ടാണ് യൂണിഡയറക്ഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കി. ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ്, ഒന്നിലധികം നിലകളുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ CSSD may be formed in the lower floor right under the OT. എവിടെയായിരിക്കണം CSSD വരേണ്ടത്? ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴത്തെ ഫ്ലോറിലായിരിക്കണം CSSDയുടെ സ്ഥാനം വരേണ്ടത്. അപ്പൊ മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒന്നിലധികം നിലകളുള്ള ബിൽഡിങ്ങുകളാണെങ്കിൽ CSSDയുടെ സ്ഥാനം വരേണ്ടത് ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെയുള്ള ഫ്ലോറിലായിട്ടായിരിക്കണം. Okay, where perpendicular movements will be the swift possible movement of materials. എന്താണ് perpendicular movement എന്ന് പറയുന്നത്? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ലംബമായ അല്ലെങ്കിൽ കുത്തനെയുള്ള നേരെ അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള മീനിങ് ആണ് പെർപെൻഡിക്കുലർ മൂവ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ അങ്ങനെ നേരെ അല്ലെങ്കിൽ കുത്തനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ നേരെ ഉള്ള ഒരു തൊട്ട് മുകളിലായതുകൊണ്ട് തന്നെ നേരെ നമുക്ക് ഈ ഇവിടെയുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യാം? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റും. വിൽ ബി ദ സ്വിഫ്റ്റ് പോസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വേഗത്തിൽ. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗത്തില് ആ ഒരു മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് വേഗത്തിലാക്കാനായിട്ട് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ മൂവ്മെന്റുകൾ അല്ലെങ്കിൽ നേരെയുള്ള ഒരു മൂവ്മെന്റ് വഴി സാധിക്കുന്നു. അപ്പൊ എപ്പോഴും CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഒന്നിലധികം നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ CSSDയുടെ സ്ഥാനം എപ്പോഴും വരേണ്ടത് ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴത്തെ നിലയിലായിരിക്കണം.
അതുവഴി വേഗത്തിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് നേരെ നമുക്ക് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഓപ്പറേഷൻ തിയേറ്റർ പോലെയുള്ളവ അവിടെ സർജിക്കൽ എക്യുപ്മെന്റ്സ് വളരെ എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുത്തെ ആ ഒരു മെറ്റീരിയൽസിന്റെ ഫ്ലോ മൂവ്മെന്റ് പെട്ടെന്ന് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൈനിങ് ഓഫ് എ CSST എന്താ പറഞ്ഞത്, അവന്റെ ആ ഒരു സൈസും ലൊക്കേഷനും ഒക്കെ എന്തിന് വ്യത്യാസപ്പെട്ടിരിക്കും, ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. അത് എന്തിനോടൊക്കെ അടുത്തായിരിക്കണം, പോസിബിൾ ആയിട്ട് നിയർ ആയിരിക്കണം എന്നാ പറയുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിനോട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട്, ആ വാർഡിനോടൊക്കെ എത്ര സാധ്യമായിട്ട് എത്ര സ്ഥലത്ത് എത്ര അടുത്ത് വരാൻ പറ്റുമോ അതിനനുസരിച്ച് അടുത്തായിരിക്കണം എന്ന് പറയുന്നു. ഇനി ഒരു CSSDയുടെ ലേഔട്ട് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് യൂണി ഡയറക്ഷണൽ ഫ്ലോയിലാണ്. അതായത് ഒരു സിംഗിൾ ഡയറക്ഷനിലാണ് അതിന്റെ ഫ്ലോ പോകുന്നത്. ഇനി ഒരു മൾട്ടി സ്റ്റോറിയുടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ CSSD വരേണ്ടത് ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴത്തെ ഫ്ലോറിലായിരിക്കണം. അതുവഴി പെർപെൻഡിക്കുലർ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ലംബമായിട്ടുള്ളതോ കുത്തനെ അല്ലെങ്കിൽ നേരെയുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് വേഗത്തിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നേരെയുള്ള ഒരു മൂവ്മെന്റ് സാധ്യമാകാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇത്രയും കിട്ടിയോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ. ആ ഒരു പിക്ചർ കണ്ടോ നിങ്ങള്? ജനറൽ CSSD ഡിസൈൻ കോൺസെപ്റ്റ്. ജനറൽ CSSD ഡിസൈൻ കോൺസെപ്റ്റ് ആണ് പറയുന്നത്. അതിൽ ആ ആരോ മാർക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആരോ ക്ലിയർ ആവുന്നുണ്ടോ ഈ ഒരു പിക്ചറിലുള്ള ആരോ? ഓക്കെ, നോക്കിയോ കേട്ടോ. ജനറൽ CSSD ഡിസൈൻ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോയിലാണ് നമ്മുടെ ഇവിടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ ആ ആരോ മാർക്ക് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. സോയിൽഡ് 3 സോണായിട്ട് ഇവിടെ തിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ജനറൽ CSSD ഡിസൈൻ കോൺസെപ്റ്റില് ഇവിടെ CSSD 3 സോണായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സോൺ ആണ് സോയിൽഡ് സോൺ. സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലോണ്ടറി ഒക്കെ പഠിച്ചു പറഞ്ഞില്ലേ, മലിനമായ അല്ലെ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് സോയിൽഡ് സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വരുന്ന യൂസ്ഡ് ഐറ്റംസ് ഉള്ള ഒരു ഏരിയ ആയിരിക്കും അല്ലെ സോയിൽഡ് സോൺ എന്ന് പറയുന്നത്. ഇനി സോയിൽഡ് സോണിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് നേരെ കൊടുക്കുന്നത്? ആരോ നോക്കിയേ. അത് കഴിഞ്ഞ് നേരെ എങ്ങോട്ടാ കൊടുക്കുക? ക്ലീൻ സോണിലേക്കാണ് അല്ലെ. ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള സോൺ. അവിടെ എന്താ ചെയ്യുന്നത്? ക്ലീനിങ് പോലെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യുന്നത് ആ ഒരു ക്ലീൻ സോണിൽ വെച്ചിട്ടായിരിക്കും. ഇനി ക്ലീൻ സോണിൽ എത്തിക്കഴിഞ്ഞാല് ആ ഐറ്റംസ് പിന്നീട് എവിടേക്കാ പോകുന്നത്? സ്റ്റെറൈൽ സോണിലേക്ക്. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ 3 ഏരിയ ആണ് അല്ലെങ്കിൽ 3 സോൺ ആയിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. സോയിൽഡ് സോൺ, ക്ലീൻ സോൺ ആൻഡ് സ്റ്റെറൈൽ സോൺ. അപ്പൊ അതിന്റെ സോയിൽഡ് സോണും അതുപോലെ തന്നെ എല്ലാ ആരോഗ്യമാർക്ക് ശ്രദ്ധിച്ചു നിങ്ങള്. സോയിൽഡ് സോണിൽ നിന്നും നേരെ പോകുന്നത് എങ്ങോട്ടാ? ക്ലീൻ സോണിലേക്കാണ്. ക്ലീൻ സോണിൽ നിന്നും നേരെ പോകുന്നത് സ്റ്റെറൈൽ സോണിലേക്കാണ്. അപ്പൊ ഇവിടെ ആ ഒരു ആരോ മാർക്ക് നോക്കി, ഒരു ഒറ്റ ഡയറക്ഷനിലോട്ടല്ലേ ആരോസ് പോയിരിക്കുന്നേ? നേരെ തിരിച്ചു അല്ലെങ്കിൽ സ്റ്റെറൈൽ സോണിൽ നിന്ന് നേരെ തിരിച്ച് ക്ലീൻ സോണിലേക്കോ അല്ലെങ്കിൽ ക്ലീൻ സോണിൽ നിന്ന് നേരെ തിരിച്ച് സോയിൽഡ് സോണിലേക്ക് എന്തെങ്കിലും ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആരോ മാർക്ക് കാണുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒറ്റ ഡയറക്ഷനിലാണ് അതിന്റെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഒരു യൂണി ഡയറക്ഷണൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡയറക്ഷനിലോട്ടാണ് അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ സോയിൽഡ് ആയിട്ടുള്ള സോൺ ഉണ്ട്, അവിടെ വരുന്ന ഐറ്റംസ് ഒന്നും ക്ലീൻ സോണിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഈ സോയിൽഡ് സോണിലേക്ക് തിരിച്ചു വരില്ല. അവിടെ മിക്സിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി അതിനിടയിൽ നോക്കിയേ, സോയിൽഡ് സോണിന്റെയും ക്ലീൻ സോണിന്റെയും ഇടയിൽ എന്തുണ്ട്? ഒരു ബാരിയർ ഉണ്ട്. ക്ലീൻ സോണിന്റെയും സ്റ്റെറൈൽ സോണിന്റെയും ഇടയിൽ എന്തുണ്ട്? ഒരു ബാരിയർ ഉണ്ട്. ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തടസ്സം. ഓക്കെ, അപ്പൊ ആ തടസ്സം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബാരിയേഴ്സ് വെച്ചിരിക്കുന്നത്? ഈ ക്ലീൻ സോണും സോയിൽഡ് സോണിലെയും ഐറ്റംസ് തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? മിക്സ് ആയി പോവാൻ പാടില്ല. മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സം വെച്ചിട്ട് ആ സോണുകളെ തമ്മിൽ വേർതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയും ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, പ്ലാനിങ് ഓഫ് CSSD. അത് ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാം.
മനസ്സിലാവാത്തവരൊന്നും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പ്ലാനിംഗ് ഓഫ് CSST. ഈ CSSTയുടെ പ്ലാനിങ് എങ്ങനെയാന്ന് നോക്കി. ദ മെറ്റീരിയൽസ് ഓർ ഐറ്റംസ് ഫ്രം tainted and germ free area should not get mixed. എന്താണ് tainted എന്ന് പറഞ്ഞ മീനിങ്? എന്താ പറഞ്ഞേ? കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെ, മലിനമായിട്ടുള്ള ഉപകരണങ്ങള് അല്ലെങ്കിൽ ഐറ്റംസ്. അതുപോലെ തന്നെ ജേം ഫ്രീ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ജേം ഫ്രീ ഏരിയ അണുക്കളൊക്കെ റിമൂവ് ചെയ്ത് അല്ലെ, അണുവിമുക്തമാക്കിയ ഏരിയ എന്നുള്ളതാണ് മീനിങ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സോയിൽഡ് സോൺ ആയിക്കോട്ടെ, സ്റ്റെറൈൽ സോൺ ആയിക്കോട്ടെ, ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? മിക്സ് ചെയ്യുന്നില്ല അല്ലെ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായ ഏരിയയും അതുപോലെ തന്നെ ജേം ഫ്രീ ആയിട്ടുള്ള ഏരിയാസും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? മിക്സ് ചെയ്യുന്നില്ല. ഓക്കെ, there should be a physical fencing between soiled, ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ സോൺ. ഇവിടെ ഒരു ഫിസിക്കൽ ഫെൻസിങ് അല്ലെങ്കിൽ ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ടല്ലോ, വെച്ചിട്ടുണ്ടല്ലോ. അതുവഴി എന്താണ്? സോയിൽഡ് സോണിന് ഇടയിലായിട്ടും ക്ലീൻ സോണിന് ഇടയിലായിട്ടും സ്റ്റെറൈൽ സോണിന്റെ ഒക്കെ ഇടയിലായിട്ട് ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു തടസ്സം, ഫിസിക്കൽ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. So that the risk of cross infection spread is reduced. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആ ഒരു റിസ്ക്, എന്തിന്റെ റിസ്ക് ആണ്? ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. അതായത് ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സ്പ്രെഡ് ആയി പോകുന്നതിനെ തടയാനായിട്ട്, അതിനെ ആ ഒരു അപകട സാധ്യത കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ബാരിയേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫെൻസിങ് തടസ്സം വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ട് സോണും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ഒട്ടും എന്ത് ചെയ്യുന്നില്ല? മിക്സ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ക്രോസ് ഇൻഫെക്ഷന്റെ സാധ്യത നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. The floor should be smooth. ഇനി അവിടുത്തെ ആ ഒരു ഫ്ലോറിംഗ് എങ്ങനെയായിരിക്കണം നോക്കിയേ. ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ തന്നെ നോൺ സ്കിഡ് ആയിരിക്കണം. നോൺ സ്കിഡ് എന്ന് പറഞ്ഞാൽ എന്താ? തെന്നി പോവാത്ത രീതിയിലുള്ളതായിരിക്കണം. ആൻഡ് പവർഫുൾ ആയിരിക്കണം. ആ ഫ്ലോറിംഗിന്റെ കാര്യമാണ് പറഞ്ഞത്. Then the clean area should be sustained at positive pressure. ആ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരിക്കണം. And the area of work should be made of marble, ഗ്രാനൈറ്റ് ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതുപോലെ തന്നെ വർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് മാർബിൾസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രാനൈറ്റുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റീലുകൾ ഉപയോഗിച്ചിട്ടോ നിർമ്മിക്കാം. Then the sterilization must be arranged for autoclaving by steam as well as by gas. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അത് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നില്ലെങ്കിൽ സ്റ്റീം അല്ലെങ്കിൽ നീരാവി ഉപയോഗിച്ചിട്ട് ഓട്ടോക്ലേവിംഗ് ചെയ്യാം. അപ്പൊ അല്ലാന്നുണ്ടെങ്കിലോ ഗ്യാസ് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാം. ഓട്ടോക്ലേവിംഗ് ആ സ്റ്റീം ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് നമ്മൾ ഫർദർ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാം ജസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒന്നില്ലെങ്കിൽ സ്റ്റീം ഉപയോഗിച്ചിട്ട് ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞൊരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യാം. അപ്പോ പ്ലാനിംഗ് ഓഫ് CSST വരുന്നത് എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയയും ജേം ഫ്രീ ഏരിയ ആയിട്ടുള്ള ഏരിയയും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? മിക്സ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഓരോ സോണിനും ഇടയിലായിട്ട് എന്തുണ്ട്? ഫിസിക്കൽ ഫെൻസിങ് അല്ലെങ്കിൽ ബാരിയേഴ്സ്, തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുവഴി എന്താണ്? ഇങ്ങനെയുള്ള രണ്ടും തമ്മിൽ മിക്സ് ചെയ്യുന്നത് തടയാനും ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കണം, തെന്നി പോവാത്ത രീതിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഫ്ലോറിംഗ് ആയിരിക്കണം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ആ ഒരു ക്ലീനിങ് ഏരിയ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയില് എങ്ങനെയായിരിക്കണം അത് ഉണ്ടാക്കേണ്ടത്? ഒന്നില്ലെങ്കിൽ മാർബിൾ ഉപയോഗിച്ചിട്ടോ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടോ നിർമ്മിക്കാവുന്നതാണ്. ഇനി അവിടുത്തെ സ്റ്റെറിലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് നീരാവി അല്ലെങ്കിൽ സ്റ്റീം ഉപയോഗിച്ചിട്ട് ഓട്ടോക്ലേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാം. ഇത്രയും കിട്ടിയോ പ്ലാനിംഗ് ഓഫ് CSST? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് വർക്ക് ഫ്ലോ ഓഫ് CSST. വർക്ക് ഫ്ലോ നമ്മൾ പഠിച്ചതാണ് അല്ലെ. വർക്ക് ഫ്ലോ ഒക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ബന്ധപ്പെട്ട് അവിടെ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചല്ലേ. ഈ വർക്ക് ഫ്ലോയിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ
ഓരോ പോയിന്റും ഒന്ന് ആരോ ഇട്ട് നിങ്ങൾ എഴുതി പഠിച്ചിരിക്കണം കേട്ടോ. ഒന്ന് കഴിഞ്ഞ് അടുത്തതായിട്ടുള്ള അടുത്ത പ്രോസസ് ആണ് വരുന്നത് എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അതിൽ ആ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ട് അതിൽ ഏതെങ്കിലും വിട്ടുപോയതായിട്ടുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വരാം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോ ചാർട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇത് ഏതാണ്, ആ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ വർക്ക് ഫ്ലോ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് സെലക്ട് ചെയ്ത് എഴുതാനുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഓർഗാനോഗ്രാം ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ 2-3 ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചതല്ലേ. അപ്പൊ ഇവിടെ ഓർഗാനോഗ്രാമിലാണെങ്കിലും ഏറ്റവും ഹെഡിൽ വരുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ കീഴിൽ വരുന്നത് ആരാണ്. ഇപ്പൊ ഇൻചാർജ് മാനേജറിനുള്ളിൽ അല്ലെങ്കിൽ CSST മാനേജറിന്റെ കീഴിൽ വരുന്ന വ്യക്തി ആരാണ്, അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കാണാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഓർഡർ തെറ്റിച്ച് തന്നിട്ട് കറക്റ്റ് ഓർഡർ സെലക്ട് ചെയ്യാൻ ചോദിക്കാം. ഏതെങ്കിലും ഒരെണ്ണം മിസ്സാക്കി തന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത് എഴുതാനും ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കൊണ്ട് തന്നെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആരോ ഇട്ട് നിങ്ങളൊന്ന് ഫ്ലോ ചാർട്ട് പോലെ എഴുതി പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, വർക്ക് ഫ്ലോ ഓഫ് CSST എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണ് നോക്കിയേ. ഫസ്റ്റ് വൺ വരുന്നതാണ് റെസീപ്റ്റ്, അല്ലെങ്കിൽ റെസീപ്റ്റ് എന്താ, റിസീവ് ചെയ്യുന്ന ആ ഒരു ഏരിയ, റിസീവ് ചെയ്യുന്ന ഏരിയ ആണ് റെസീപ്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിസീവ് ചെയ്യുന്ന ആ ഒരു ഏരിയ. ഇനി ആ ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഐറ്റംസ്, യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് വരുന്നതിന് എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. ഈ ഏരിയയിൽ എന്താ ചെയ്യുക, റിസീവ് ചെയ്യുന്ന ഏരിയയാണ്. അങ്ങനെ റിസീവ് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യും, റിൻസിങ് ചെയ്യും. റിൻസിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ റിൻസിങ് ചെയ്യുക, വാഷ് ചെയ്യലിൽ കഴുകുക അല്ലെ. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യും അല്ലെങ്കിൽ റിൻസ് ചെയ്യും. ആ വരുന്ന യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസിനെ എന്ത് ചെയ്യുന്നു, റിൻസ് ചെയ്യും അല്ലെങ്കിൽ കഴുകും. കഴുകുന്നുള്ള മീനിങ് തന്നെയാണ് ഇവിടെ. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വിടും. അതിനുശേഷം എന്ത് ചെയ്യും, ക്ലീനിങ് ചെയ്യും. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അവിടെ ചിലപ്പോൾ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളും അല്ലെ, ബ്ലഡ് സ്റ്റെയിൻസ് പോലുള്ള കറകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ക്ലീനിങ് കുറച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓരോ എക്യുപ്മെന്റ്സിന്റെയും സൈസും ഷേപ്പും ഒക്കെ അനുസരിച്ച് അതിനനുസരിച്ചുള്ള ബ്രഷുകളും അതിനനുസരിച്ചുള്ള ഡിറ്റർജൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴുകി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഡ്രൈയിങ് ചെയ്യും. എന്ത് ചെയ്യും, ഉണക്കും അല്ലെ, ഡ്രൈയിങ് ചെയ്യും. ഇനി ഡ്രൈയിങ്ങിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, ചെക്കിങ് ട്രേ അസംബ്ലിങ്. ആ ഒരു പ്രോസസ്സിൽ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണോ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വന്നിരിക്കുന്നത്, ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ്, അതൊക്കെ ഒരുമിച്ച് വെച്ച് എന്ത് ചെയ്യും, നമ്മൾ പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് ട്രേയില് ഓരോ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യും, സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഓരോന്നും എന്ത് ചെയ്യും, ട്രേയില് അസംബിൾ ചെയ്ത് വെക്കുന്നു, നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് അയക്കും. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് വഴി അതിനുശേഷം സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷം വരുന്ന പ്രോസസ് ചെയ്താ ലേബലിംഗ് ചെയ്യും. അതായത് എപ്പോഴാണ്, എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തത്, അത് ഏത് സമയത്ത് എന്നാണ് ചെയ്തത് എന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ എത്ര ദിവസം ഈ ഒരു സ്റ്റെറിലൈസേഷൻ ചെയ്ത ഐറ്റംസ് എത്ര ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം, അതാണ് അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ലേബലിംഗും അതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഐറ്റംസ് ഓരോ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇഷ്യൂ ആണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. ഇത്രയും കിട്ടിയോ, റെസീപ്റ്റ് അല്ലെങ്കിൽ ആ റിസീവ് ചെയ്യുന്ന ഏരിയയിൽ നിന്നും റിൻസിങ് ചെയ്യുന്ന ഏരിയയിലേക്ക് വരുന്നു. റിൻസിങ് കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ് ചെയ്യുന്നു. ക്ലീനിങ് കഴിഞ്ഞ് അത് ഡ്രൈ ചെയ്യുന്നു. ഡ്രൈ ചെയ്ത സാധനങ്ങൾ ചെക്ക് ചെയ്യുകയും അതെന്ത് ചെയ്യുന്നു, പാക്ക് ചെയ്ത് ട്രേയിൽ അസംബിൾ ചെയ്ത് വെക്കുന്നു, ഒരുമിച്ച് വെക്കുന്നു, തരംതിരിച്ച് വെക്കുന്നു. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് അതിന്റെ ആ സ്റ്റെറിലൈസ് ചെയ്ത ഡേറ്റ് കാര്യങ്ങളും എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉൾപ്പെടുത്തി ലേബൽ ചെയ്യുന്നു. അതിനുശേഷം അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. അതിനെന്ത് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. ഇത്രയും വർക്ക് ഫ്ലോ CSST ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാമും ഇതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഓരോ ഇതിലും വരുന്ന ആ ഒരു ഫ്ലോ
അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഇത് കുറച്ചൊന്ന് ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്നീഷ്യൻ ആണോ ആദ്യം വരുന്നത്, അസിസ്റ്റന്റ് ആണോ ആദ്യം വരുന്നത് ഒരു ഡൗട്ട് വരും. അതുകൊണ്ട് തന്നെ അതൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇത് എപ്പോഴും ഓർഗാനോഗ്രാം ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, ഇപ്പൊ ഓർഗാനോഗ്രാം നോക്കിയേ. CS is the ഇൻചാർജ് ഓർ മാനേജർ. ഫസ്റ്റ് വരുന്ന ആളാണ്, ഹെഡ് ആയിട്ട് വരുന്ന ആൾ ആരാണ്? CS is the ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ ആണ്. ഓക്കെ, ഇനി അവരുടെ കീഴിൽ വരുന്ന ആളുകളാണ് CSSD ടെക്നീഷ്യൻസ്. ഓക്കെ, CSSD മാനേജർ അല്ലെങ്കിൽ CSSD ഇൻചാർജിന് കീഴിൽ വരുന്നവരാണ് CSSD ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി CSSD ടെക്നീഷ്യൻസിന് കീഴിൽ വരുന്ന ആളുകളാണ് CSSD അസിസ്റ്റൻസ്. ഓക്കെ, CSSD അസിസ്റ്റൻസ്. CSSD അസിസ്റ്റൻസിന് കീഴിൽ വരുന്നവരാണ് ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പർ എന്നാണ് കേട്ടോ. നിങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയില്ല, ഇതില് ഒരു O ആയിട്ട് കൊടുക്കുന്നത് കീപ്പർ എന്നാണ് കേട്ടോ. സ്റ്റോർ കീപ്പർ. ഓക്കെ, ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ വരുന്നുണ്ട്. അവരുടെ കീഴിൽ വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. ഓക്കെ, അപ്പോ ഫസ്റ്റ് വരുന്ന ഹെഡ് ആയിട്ട് വരുന്നത് ആരാ? CSSD ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ വരുന്നു. അവരുടെ കീഴിൽ വരുന്നവരാണ് CSSD ടെക്നീഷ്യൻസ്. അതിന് കീഴിൽ വരുന്നവരാണ് CSSD അസിസ്റ്റൻസ്. അതിന് കീഴിൽ വരുന്നവരാണ് ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. അതിന് കീഴിൽ നിന്ന് വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. ഇത് ഇങ്ങനെ തന്നെ കാണാതെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഒരു ആരോ മാർക്ക് ഇട്ട് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അതിന്റെ എങ്ങനെയെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ മാറി മാറി ചോദിക്കാറുള്ള കാര്യമാണ്. ഓർഗാനോഗ്രാം ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു വർക്ക് ഫ്ലോ, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഓർഗാനോഗ്രാമിന്റെ ആ ഒരു ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSSD. ഇവിടെയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഫ്ലോ ചാർട്ട്. ഓക്കെ, അതിലെ ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSSD ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആകെ 6 ഫങ്ഷണൽ ഏരിയാസ് ആണ് CSSD നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 6 ഫങ്ഷണൽ ഏരിയാസും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആ 6 എണ്ണത്തിന്റെയും ഓർഡർ അത് നിർബന്ധമാണ്. അപ്പൊ അതായത് ഒരു റിസീവിംഗ് ഏരിയയിൽ ഒരു ഐറ്റം വരികയാണെങ്കിൽ അത് അടുത്തതായിട്ട് പോകുന്ന ഏരിയ ഏതാണ് എന്നുള്ളത് ചോദ്യം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ ഒരു റിസീവിംഗ് ഏരിയയിൽ വന്ന ഐറ്റം ആണെങ്കിൽ അത് കഴിഞ്ഞ് പോകുന്ന ഏരിയ ഏതാ? ക്ലീനിങ് ഏരിയ ആണ്. നോക്കാട്ടോ, ആരും കാണുന്നില്ലേ? അവിടെ നോക്കിയ റിസീവിംഗ് ഏരിയ ആണ് ആദ്യം വരുന്നത്. അവിടെ ആ ഒരു ഐറ്റം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ അത് പോകുന്നത് ക്ലീനിങ് ഏരിയയിലേക്കാണ്. ക്ലീനിങ് ഏരിയയിൽ നിന്നും നേരെ പോകുന്നത് പാക്കിംഗ് ഏരിയയിലേക്കാണ്. പാക്കിംഗ് ഏരിയയിൽ നിന്നും നേരെ സ്റ്റെറിലൈസിംഗ് ഏരിയയിലേക്ക് പോകുന്നു. സ്റ്റെറിലൈസിംഗ് ഏരിയയിൽ നിന്നും നേരെ സ്റ്റോറേജ് ഏരിയയിലേക്ക് പോകുന്നു. സ്റ്റോറേജ് ഏരിയയിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് പോകുന്നു. ആ ഒരു 6 ഏരിയ ഫങ്ഷണൽ ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ്. ആ 6 ഏരിയയിൽ നിന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഏതിൽ നിന്ന് ഏതിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഒരു ഫ്ലോയുടെ ആ ഒരു കറക്റ്റ് ഓർഡർ മാറിപ്പോകരുത് കേട്ടോ. അതൊന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനുള്ളിൽ വരുന്നത് കേട്ടോ. ചില 1-2 പോയിന്റ് എക്സ്ട്രാ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. റിസീവിംഗ് ഏരിയ. റിസീവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഐറ്റംസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വരുന്ന ഐറ്റംസിനെ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു, അല്ലെ? സ്വീകരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പൊ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അത് നല്ലതാണോ, അല്ലെ? നമുക്കറിയാം, നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഒരാള് കൊണ്ടുതരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നോക്കും, അല്ലെ? എത്ര നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ എത്ര എണ്ണമൊക്കെ ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്, അതുപോലെ തന്നെ അത് എന്തെങ്കിലും കേടുപാടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെ? പിന്നീട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമല്ലോ നമ്മൾ. ആ ഒരു സമയത്ത് ആ ഒരു റിസീവിംഗ് ഏരിയയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലുകളോ വളവുകളോ കാര്യങ്ങളൊക്കെ ചിലപ്പോ ആ എക്യുപ്മെന്റ്സുകൾ, ഇപ്പൊ നൈഫ് പോലുള്ളവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോ ഷാർപ്പനിങ് പവർ കുറഞ്ഞത് അല്ലെങ്കിൽ മൂർച്ചയൊക്കെ കുറവുള്ളത് ഉണ്ടാവും. അല്ലെങ്കിൽ അതിന്റെ തുമ്പൊക്കെ ചിലപ്പോൾ ബെൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇട്ടു പോയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ സോർട്ട് ചെയ്ത് തരം തിരിച്ച് മാറ്റിവെക്കും. അത് ബാക്കിയുള്ള ഐറ്റംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോസസ്സിംഗ് ചെയ്യാനായിട്ട് വിടുന്നത്. അപ്പൊ ആ ഒരു ഏരിയ, റിസീവിംഗ് ഏരിയയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പൊ വരുന്ന ഐറ്റംസ് എന്ത് ചെയ്യുന്നു? അവിടെ റിസീവ് ചെയ്യുന്ന വെക്കുന്ന സമയത്ത് അത് കൗണ്ട് ചെയ്യും. അതിന് ആവശ്യമല്ലാത്തതായിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ളത് ആണെങ്കിൽ, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങളാണെങ്കിൽ അതിനെ തരംതിരിച്ച് വേർതിരിച്ച് വെക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. അതിനുശേഷം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു?
അടുത്ത സെക്ഷനിലേക്ക് വിടുന്നു. കിട്ടിയോ? അപ്പൊ ഇവിടെ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസീവിംഗ് ഏരിയയും അത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും അത് രണ്ടിന്റെയും ഓപ്പണിംഗ് അല്ലെങ്കിൽ രണ്ട് കൗണ്ടറുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ആ റിസീവിംഗ് ഏരിയയിൽ ഈ ഐറ്റംസ് റിസീവ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു ഏരിയയിൽ കൂടെ തന്നെ തിരിച്ച് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് വേറൊരു സെപ്പറേറ്റ് കൗണ്ടറിലൂടെ ആയിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇൻഫെക്ഷൻസ് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊരു യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത് കൂടി. എന്താണ്? റിസീവ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് അടുത്ത ഓരോ പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് കടന്നു പോയി ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് വേറൊരു കൗണ്ടറിൽ കൂടെ ആയിരിക്കും. കിട്ടിയോ? അത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് റിസീവിംഗ് ഏരിയ നോക്കാം കേട്ടോ. റിസീവിംഗ് ഏരിയ ഒന്ന് ശ്രദ്ധിച്ചേ. റിസീവിംഗ് ഏരിയ items used from several departments of the hospital are transferred to CSSD for cleaning and sterilization. അപ്പോ ആദ്യം എന്താണ് ചെയ്യുന്നത്? റിസീവിംഗ് ഏരിയയിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യം എന്താ? ഹോസ്പിറ്റൽസിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഉപയോഗിച്ചതായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫേർഡ് ഫോർ to CSSD for cleaning and sterilization. CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്ത് CSSDയിലേക്ക് ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, CSSDയിൽ അപ്പൊ എത്രയാണ് സാധനങ്ങൾ? ഇനി ആ ഒരു CSSDയിൽ എത്തുന്നതിന് മുൻപ് preferably the items which get stained with blood or body fluid should be decontaminated with sodium hypochlorite solution. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. sodium hypochlorite solution in the user department itself before sending to CSSD. എന്താണ് നമ്മൾ അവിടെ പറഞ്ഞു? CSSDയിലേക്ക് എല്ലാ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള യൂസ്ഡ് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞല്ലോ. ഇനി ഈ ബ്ലഡ്, അതായത് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ബ്ലഡ് വഴി സ്റ്റെയിൻഡ് ആയിട്ടുള്ളതോ മറ്റു ബോഡി ഫ്ലൂയിഡ്സ് വഴി സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഐറ്റംസ്, അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കറ പറ്റിയത്. സ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കറ പറ്റിയ അല്ലെ. അപ്പൊ ബ്ലഡ് വഴിയോ അല്ലെങ്കിൽ മറ്റു ബോഡി ഫ്ലൂയിഡ്സ് മൂലമൊക്കെ കറ പറ്റിയതായിട്ടുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ആ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആ ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ചത്, അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത്. ആ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആ ഐറ്റംസ് ഉപയോഗിച്ച് കറ പറ്റിയിട്ടുള്ളത് ആ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ എന്ത് ചെയ്യണം? ഡീകണ്ടാമിനേഷൻ ആദ്യം ചെയ്തിരിക്കണം. അത് എന്തുപയോഗിച്ചാണ് ഡീകണ്ടാമിനേറ്റഡ് ആക്കുന്നത്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് CSSDയിലേക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ആ പോയിന്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. CSSDയിലേക്ക് ഈ ഐറ്റംസ് ഇങ്ങനെയുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള ബ്ലഡ് ഉപയോഗം മൂലമോ അല്ലെങ്കിൽ മറ്റു ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ മൂലമോ സ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറകൾ പറ്റിയതായിട്ടുള്ള ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്യുപ്മെന്റ്സ് ഒക്കെ CSSDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ആ അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ വെച്ചിട്ട് ഡീകണ്ടാമിനേഷൻ ചെയ്യണം. അങ്ങനെ ഡീകണ്ടാമിനേറ്റഡ് ആക്കുന്നത് എന്ത് വഴിയാണ്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡീകണ്ടാമിനേറ്റഡ് ആക്കിയതിനു ശേഷമാണ് അത് CSSDയിലേക്ക് ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷനും വേണ്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. കിട്ടിയ പോയിന്റ് എന്താണെന്നുള്ളത്? Then the accepting areas of CSSD should have entry to outside through a window with a counter. ഇനി ആ ഒരു CSSD ഡിപ്പാർട്ട്മെന്റില് ഇങ്ങനെ വരുന്ന ഐറ്റംസിനെ അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് വരുന്ന ഐറ്റംസിനെ അക്സെപ്റ്റ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എൻട്രി ടു ഔട്ട്സൈഡ്, പുറത്തേക്ക് എന്ത് ചെയ്യണം? ഒരു എൻട്രി ഉണ്ടായിരിക്കും. ആ എൻട്രി എങ്ങനെയായിരിക്കും? ത്രൂ എ വിൻഡോ വിത്ത് എ കൗണ്ടർ. ഒരു കൗണ്ടർ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനൊരു വിൻഡോ ഉണ്ടായിരിക്കും. ആ ഒരു വിൻഡോയിലൂടെ അല്ലെങ്കിൽ ആ ഒരു കൗണ്ടറിലെ ആ ഒരു വിൻഡോയിലൂടെയാണ് ഐറ്റംസിനെ ഇവര് റിസീവ് ചെയ്ത് അകത്തേക്ക് സ്വീകരിക്കുന്നത്.
Okay, the accepting area of CSSD should have entry to outside through a window with a counter. ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും, അതോടൊപ്പം ഒരു വിൻഡോ ഉണ്ടായിരിക്കും. ആ വിൻഡോയിലൂടെയാണ് ഈ പുറത്തുനിന്ന് വരുന്ന ഈ ഐറ്റംസ് CSSDയിലോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്. The items should be counted and received. ഇനി വരുന്ന ഓരോ ഐറ്റംസും അവർ എന്ത് ചെയ്യുന്നു? കൗണ്ട് ചെയ്യും, എണ്ണി തിട്ടപ്പെടുത്തണം അല്ലെ. ആൻഡ് റിസീവ്ഡ്, അതിനുശേഷമാണ് അവിടെ സ്വീകരിച്ചു വെക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് എണ്ണി തിട്ടപ്പെടുത്തുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇത്ര ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്, ഇന്ന സാധനങ്ങൾ ഇത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ കൗണ്ട് ചെയ്ത് അതിനനുസരിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്? സ്വീകരിച്ച് റിസീവ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, കൗണ്ട് ചെയ്തതിനു ശേഷമാണ് റിസീവ് ചെയ്ത് വെക്കുന്നത്. Then subsequently the instruments are examined and unsharpened instruments are sorted out or disposed of. ഇനി അത് കൂടാതെ എന്താ ചെയ്യുന്നത്? ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യും അല്ലെങ്കിൽ പരിശോധനകൾ നടത്തും. അങ്ങനെ പരിശോധനകൾ നടത്തിയതിനു ശേഷം അൺഷാർപ്പൻഡ്, മൂർച്ചയില്ലാത്തതായിട്ടുള്ളതോ അതിന്റെ അറ്റമൊക്കെ ചിലതിന്റെ അറ്റമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വളഞ്ഞു പോവുകയോ ചെയ്യണം. അപ്പൊ അത് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആർ ഇൻസ്ട്രുമെന്റ്സ് ആർ സോർട്ടഡ് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്. അതെന്ത് ചെയ്യുന്നു? തരം തിരിച്ച് അതെന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് അത് ആ ഒരു ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പിന്നീട് നമ്മൾ അതിനെ പ്രോസസ്സിംഗ് നടത്തി എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യുന്നു? നമ്മള് ഡിസ്പോസ് ചെയ്യും അല്ലെങ്കിൽ ഉപേക്ഷിക്കും. ഓക്കെ, അത് തരം തിരിച്ച് വെച്ച് അതിനെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാണ് ചെയ്യാറ്. Necessary entries of the accepted items are made in the records. ഇനി ആവശ്യമായിട്ടുള്ള ഐറ്റംസ് അതിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ആവശ്യമില്ലാത്തതിന് നമ്മൾ മാറ്റുകയും അതിൽ ചെക്ക് ചെയ്ത് നല്ല ഐറ്റംസ് ഉണ്ടല്ലോ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസിനെ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഐറ്റംസിനെ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. റെക്കോർഡിൽ എഴുതി വെക്കണം. അവിടെ മെയ്ഡ് ദ റെക്കോർഡ്സ് റെക്കോർഡ് ആക്കി വെക്കും. ആഫ്റ്റർവേർഡ്സ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫർഡ് ടു ക്ലീനിങ് ഏരിയ. ഇങ്ങനെ റിസീവ് ചെയ്ത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസിനെ എന്ത് ചെയ്യുന്നു? അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആ ഐറ്റംസിനെ മാത്രം അവർ എന്ത് ചെയ്യുന്നു? ആർ ട്രാൻസ്ഫർഡ് ടു ക്ലീനിങ് ഏരിയ. ക്ലീനിങ് ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഏരിയയിലേക്ക് കൈമാറുന്നു. ഓക്കെ, അപ്പൊ റിസീവിംഗ് ഏരിയയിൽ എന്താ ചെയ്യുന്നത്? റിസീവിംഗ് ഏരിയയിൽ പലതരത്തിലുള്ള പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ ഹോസ്പിറ്റൽ. ആ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ വരുന്ന യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസിനെ എന്ത് ചെയ്യുന്നു? CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഏതൊക്കെ ഐറ്റംസ് ആണ്? പ്രിഫറബിളി ഐറ്റംസ് വിച്ച് ഗെറ്റ് സ്റ്റെയിൻഡ്, ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ വഴി സ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറ പറ്റിയതായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം ആ ഉപയോഗിച്ചതായിട്ടുള്ള അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ വെച്ച് തന്നെ ഡീകണ്ടാമിനേഷൻ ആക്കണം. എന്തുപയോഗിച്ചിട്ടാണ്? സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഡീകണ്ടാമിനേഷൻ ആക്കിയതിനു ശേഷം മാത്രമേ ഈ CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഈ CSSD ഡിപ്പാർട്ട്മെന്റില് ഇങ്ങനെ വരുന്ന യൂസ്ഡ് ഐറ്റംസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു കൗണ്ടറും അതിന്റെ ഒരു വിൻഡോവും ഉണ്ടായിരിക്കും. ആ കൗണ്ടറിലൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു കൗണ്ടറിലുള്ള വിൻഡോയിലൂടെയാണ് ഈ ഐറ്റംസിനെ നമ്മൾ റിസീവ് ചെയ്യുന്നത് ആ ഒരു റിസീവിംഗ് ഏരിയയിൽ. ഇനി അവിടെ റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ വരുന്ന ഐറ്റംസിനെ എന്ത് ചെയ്യുന്നു? കൗണ്ട് ചെയ്യും. അതിന്റെ ആ ഒരു എണ്ണം എണ്ണി തിട്ടപ്പെടുത്തും. അതുപോലെ തന്നെ അവിടെ എന്താ ചെയ്യുക? അൺഷാർപ്പഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻസ്ട്രുമെന്റ്സിനെ പരിശോധിച്ച് അതൊക്കെ സോർട്ട് ചെയ്ത് തരംതിരിച്ച് മാറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ ഡിസ്പോസ് ചെയ്ത് കളയും അല്ലെങ്കിൽ ഉപേക്ഷിക്കും. ഓക്കെ, നെസസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ്. ഇനി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുന്നു? അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്യുന്നത്? ക്ലീനിങ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ കൈമാറ്റം ചെയ്ത് കൊടുക്കുന്നു. റിസീവിംഗ് ഏരിയ ക്ലിയർ ആയോ? കിട്ടിയോ? റിസീവിംഗ് ഏരിയ കിട്ടിയോ? ഓക്കെ,
നെക്സ്റ്റ് വൺ ആണ് ക്ലീനിങ് ഏരിയ. അപ്പൊ നമ്മൾ പറഞ്ഞു റിസീവിംഗ് ഏരിയയിൽ നിന്നും അത് ക്ലീനിങ് ഏരിയയിലേക്ക് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ ക്ലീനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ എന്താ അവിടെ ചെയ്യുന്നത്? ക്ലീൻ ചെയ്യുന്നു അല്ലെ. വളരെ വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ക്ലീനിങ് ഏരിയയില് ഹിയർ ദ സെയിം ഇൻസ്ട്രുമെന്റ്സ് ആർ ക്ലീൻഡ് എയ്തർ മാനുവലി ഓർ ബൈ യൂസിങ് മെഷീൻസ്. ഇവിടെ ക്ലീനിങ് ഏരിയയില് രണ്ട് രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പൊ എല്ലാ എക്യുപ്മെന്റ്സും ചിലപ്പോ നമുക്ക് ഹാൻഡ് കൈകൊണ്ട് അല്ലെ മാനുവൽ ആയിട്ട് നമ്മൾ ഹാൻഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അപ്പൊ എന്താണ് സ്വമേധയാ നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്താണ് മാനുവലി എന്നോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ മെഷീൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ചില ഐറ്റംസ് നമുക്ക് മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. ചിലത് നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഹാൻഡ് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് രീതിയിലും ഇതിനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. മാനുവലിയും ക്ലീൻ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ടും ക്ലീനിങ് പ്രോസസ്സ് നമുക്ക് നടത്താം. രണ്ട് രീതിയിൽ അത് ഓരോ എക്യുപ്മെന്റ്സിന്റെ സൂട്ടബിലിറ്റി അനുസരിച്ച് അത് വ്യത്യാസപ്പെടും കേട്ടോ. ഒന്നില്ലെങ്കിൽ മാനുവലി ആയിരിക്കും, അല്ലെങ്കിൽ മെഷീൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, ഫോർ മാനുവൽ വാഷിംഗ് വിത്ത് വാട്ടർ സപ്ലൈ. ഇനി ഒരു മാനുവൽ ആയിട്ടുള്ള വാഷിംഗ് അല്ലെങ്കിൽ ഒരു നമ്മുടെ എന്താ സ്വമേധയാ നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? വാട്ടർ സപ്ലൈ വേണം അല്ലെ. വെള്ളത്തിന്റെ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം. Detergents and brushes of many sizes and shapes are needed in the area. എന്ത് വേണം? വാട്ടർ സപ്ലൈ വേണം, അതുപോലെ തന്നെ ഡിറ്റർജന്റുകൾ വേണം, അതുപോലെ ബ്രഷസ് ഓഫ് മെനി സൈസസ് ആൻഡ് ഷേപ്സ് ആർ നീഡഡ് ഇൻ ദ ഏരിയ. ആ ഒരു ഏരിയക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ഓരോ ടൂൾസും അവിടെ ഉപയോഗിക്കുന്ന ഓരോ എക്യുപ്മെന്റ്സിന്റെ സൈസ് അതുപോലെ തന്നെ ഷേപ്പ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള അതിന് അനുയോജ്യമായിട്ടുള്ളത് നല്ല പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷേപ്പിലുള്ളതും സൈസിലുള്ളതുമായിട്ടുള്ള ബ്രഷുകൾ, പലതരത്തിലുള്ള ഷേപ്പിലും സൈസിലുള്ള ബ്രഷസ് അവൈലബിൾ ആയിരിക്കണം. ഡിറ്റർജന്റുകൾ ആവശ്യമാണ്, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈയും ഉണ്ടായിരിക്കണം. ഓക്കെ, അൾട്രാസോണിക് വാഷർ മെഷീൻ. ആ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അൾട്രാസോണിക് വാഷർ ഇസ് എ മെഷീൻ which is used for cleaning surgical tools. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീന്റെ പേര് എന്താണ്? അൾട്രാസോണിക് വാഷർ. ഓക്കെ, അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ്സ് എ മെഷീൻ. ഇതൊരു മെഷീനാണ് അല്ലെ. അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്നത് ഒരു മെഷീനാണ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾസ്. സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്നത്. ഓക്കെ, it turns high frequency sound waves into mechanical vibration. ഇതൊരു ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. അത് മെക്കാനിക്കൽ വേവ് ആയി കൺവേർട്ട് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുന്നു? ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടാക്കും. ഒരു സൗണ്ട് വേവ് ആണ്, അതെന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ വൈബ്രേഷൻ ആയി കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ആ ഒരു വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു? ആ വാട്ടറിൽ ഒരു വൈബ്രേഷൻസ് ഉണ്ടാക്കും. അങ്ങനെ വൈബ്രേഷൻസ് ഉണ്ടാക്കുമ്പോൾ വഴി നമുക്കറിയാം ഇപ്പൊ ഡിറ്റർജന്റ് ഒക്കെ ഉള്ള രീതിയിലുള്ള വാട്ടർ ആണെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാകും. നമുക്ക് വൈബ്രേഷൻസ് അല്ലെങ്കിൽ ആ വെള്ളത്തിന് ഇങ്ങനെ തട്ടുമ്പോൾ അവിടെ വൈബ്രേഷൻ ഉണ്ടാവും. എന്താ ഉണ്ടാവുക? ബബിൾസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ സ്മോൾ ബബിൾസ് എന്ത് ചെയ്യും? ഒത്തിരി സ്മോൾ ബബിൾസ് ഉണ്ടാവുകയും that burst on the internal surfaces of the tools and remove the waste particles. അതെന്ത് ചെയ്യുന്നു? ആ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു ടൂൾസിന്റെ ഒക്കെ ഉള്ളിലേക്ക് പോയി തട്ടി എന്ത് ചെയ്യുന്നു? ആ ബബിൾസ് തട്ടി എന്ത് ചെയ്യുന്നു? ആ ഒരു ഇന്റേണൽ ആയിട്ടുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസ് ആ ടൂളിനുള്ളിലുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്ത് കളയുന്നു. അതാണ് ആ ഒരു അൾട്രാ വാഷറിംഗ് മെഷീൻ എന്ന് പറയുന്ന ആ ഒരു മെഷീൻ ഉപയോഗിക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത്. അവിടെ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് പുറപ്പെടുവിച്ചുകൊണ്ട് ആ സൗണ്ട് വേവ്സ് എന്ത് ചെയ്യുന്നു? ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ പ്രവർത്തിപ്പിക്കുകയും അങ്ങനെ ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ ആ ഒരു വാട്ടറിൽ ഉണ്ടാവുകയും അത് വഴി സ്മോൾ ബബിൾസ് എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു സ്മോൾ ബബിൾസ് എന്ത് ചെയ്യുന്നു? ഒത്തിരി ഇങ്ങനെ അറ്റ് ടൈം ഒത്തിരി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സ്മോൾ ബബിൾസ് ആ ഒരു വൈബ്രേഷൻ മൂലം ഈ ഒരു ടൂൾസിനുള്ളിലേക്ക് എത്തുകയും അത് ടൂൾസിനുള്ളിൽ തട്ടി അതിൽ നിന്നും എന്താണ് ആ വൈബ്രേഷൻസ് പോകുന്നതിനനുസരിച്ച് ആ ബബിൾസിന്റെ ആ ഒരു മൂവ്മെന്റിനനുസരിച്ച് ആ വേസ്റ്റ് പാർട്ടിക്കിൾസ് ആ ടൂൾസിലുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യാണ്. അപ്പൊ അവിടെ എപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർജിക്കൽ ടൂൾസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ഏതാണ്? അതാണ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. അൾട്രാസോണിക് washer. Okay, then after the tools are washed, ഇനി ഈ ടൂൾസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാനുവലി ആവാം,
മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. ആ ടൂൾസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ ഡ്രൈഡ് ഇൻ ദ ഓവൻ ഡ്രയർ. അത് എന്ത് ചെയ്യുന്നു? ഡ്രയറിലോട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. അത് ഓവൻ ഡ്രയർ ആണ് ഉപയോഗിക്കുന്നത്. ഓവൻ ഡ്രയറിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഡ്രൈ ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ ഉണക്കിയെടുക്കുന്നു. ആൻഡ് ട്രാൻസ്ഫർ ടു ദ പാക്കിംഗ് ഏരിയ. പിന്നീട് എവിടേക്കാ പോകുന്ന ഏരിയ? പാക്കിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലീനിങ് ഏരിയയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ക്ലീനിങ് രണ്ട് രീതിയിൽ നടത്താം അല്ലെ? ഒന്നില്ലെങ്കിൽ മാനുവലി അല്ലെങ്കിൽ എന്താണ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അതിൽ മാനുവൽ വാഷിംഗ് ആണെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജന്റുകള്, ബ്രഷസ് അല്ലെ, പല സൈസിലും ഷേപ്പിലുള്ള ബ്രഷസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ആ ക്ലീനിങ് കുറച്ചും കൂടി എന്ത് ചെയ്യാം? പല ഷേപ്പിലും സൈസിലും ഒക്കെ ഉള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഓരോ ഷേപ്പിനനുസരിച്ച് അല്ലെ, ആ ഒരു എക്യുപ്മെന്റിന്റെ ഓരോ ഷേപ്പിനനുസരിച്ച് ഓരോ ബ്രഷുകൾ ഉപയോഗിച്ച് നമുക്കത് നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കാം. അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു ഏരിയയാണ് ക്ലീനിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അതില് അല്ലെങ്കിൽ നമുക്ക് മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അതിന് നമുക്ക് മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതിന് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്ന മെഷീൻ. അത് സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു മെഷീനാണ്. അതെന്താ ചെയ്യുന്നത്? ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ സൗണ്ട് വേവ്സ് മെക്കാനിക്കൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും ആ മെക്കാനിക്കൽ വൈബ്രേഷൻസ് വഴി സ്മോൾ ബബിൾസ് ഉണ്ടാവുകയും വെള്ളത്തിൽ സ്മോൾ ബബിൾസ് ഉണ്ടാവുകയും ആ ബബിൾസ് എന്ത് ചെയ്യുന്നു? ഓരോ ഇന്റേണൽ ആ ടൂൾസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള സർഫസുകളിൽ ചെന്ന് തട്ടുകയും അതുവഴി എന്ത് ചെയ്യുന്നു? അതിന്റെ ആ ഒരു മൂവ്മെന്റ് നടക്കുന്നതിനനുസരിച്ച് ആ വേസ്റ്റ് പാർട്ടിക്കിൾസ്, അതിനുള്ളിലുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. കുറച്ച് സ്പീഡിലാണ് ഈ പ്രോസസ്സർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ്, ഇനി ടൂൾസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? ഓവൻ ഡ്രയറിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഡ്രൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഉണക്കുന്നു, ഡ്രൈഡ് ചെയ്തെടുക്കും. ആൻഡ് ട്രാൻസ്ഫർ ടു ദ പാക്കിംഗ് ഏരിയ. അത് തിരിച്ചെങ്ങോട്ടാണ് പോകുന്നത്? പാക്കിംഗ് ഏരിയയിലേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, ഇത്രയും നോക്കി വേഗം ഒന്ന് വായിച്ചു നോക്കി ഇന്നെടുത്ത ഭാഗം. റിസീവിംഗ് ഏരിയ ഒന്നുകൂടി പറയണോ? റിസീവിംഗ് ഏരിയയിൽ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ഷോർട്ട് ആക്കി പറഞ്ഞു തരാം. റിസീവിംഗ് ഏരിയയിൽ എന്താ പറയുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ, യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് CSST-യിലോട്ട് വരുന്നത്. അവിടെ എന്തിനു വേണ്ടിയാണ് CSST-യിലെ ഐറ്റംസ് വരുന്നത്? ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷനും വേണ്ടിയാണ്. ഓക്കെ, ഇനി ഈ ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷനും വരുന്നതിന് മുൻപ് വല്ല ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ വഴി സ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറ പറ്റിയതായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ച എക്യുപ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാത് അവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ അങ്ങനെ ഉപയോഗിച്ച ആ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് അവിടെ സ്റ്റെയിൻ വന്നിരിക്കുന്നത് ആ അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ വെച്ച് തന്നെ അത് എന്ത് ചെയ്യണം? ഡീകണ്ടാമിനേറ്റഡ് ചെയ്യണം. അത് എന്ത് ഉപയോഗിച്ചിട്ടാണ് ഡീകണ്ടാമിനേറ്റഡ് ആക്കേണ്ടത്? സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഡീകണ്ടാമിനേറ്റഡ് ആക്കണം. അങ്ങനെ ഡീകണ്ടാമിനേറ്റഡ് ആക്കിയതിനു ശേഷം മാത്രമേ ആ ഐറ്റംസ് CSST-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? ഈ CSST-യിലേക്ക് വരുന്ന ഐറ്റംസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും, ഒരു വിൻഡോ ഉള്ള ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും. ആ കൗണ്ടറിലൂടെയാണ് ഈ ഐറ്റംസിനെ അവർ എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്. ഇനി ആ സ്വീകരിക്കുന്ന സമയത്ത് ആ കൗണ്ടറിൽ വെച്ച് എന്ത് ചെയ്യും? അത് കൗണ്ട് ചെയ്യും. അത് എത്ര നമ്പേഴ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്പറൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷമാണ് നമ്മൾ അവിടെ സ്വീകരിച്ചത് വെക്കുന്നത്. ഇനി അതിനുശേഷം അവർ അതുകൂടാതെ തന്നെ എന്താ ചെയ്യുന്നത്? ആ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പരിശോധിച്ചതിന് ശേഷം അതിൽ എന്തെങ്കിലും അൺഷാർപ്പുണ്ട് അല്ലെങ്കിൽ മൂർച്ചയില്ലാത്തതോ അല്ലെങ്കിൽ അതിന്റെ തുമ്പൊക്കെ പൊട്ടിപ്പോയതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗശൂന്യമായിട്ടുള്ളത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് ആണ് അതിൽ വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? അതിനെ മാറ്റി സോർട്ട് ചെയ്ത് തരം തിരിച്ച് മാറ്റി വെച്ച് അതിനെന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്ത് കളയുന്നു. ഇനി അങ്ങനെ ആവശ്യമായിട്ടുള്ള അതായത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന് എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതെന്ത് ചെയ്യുന്നു? എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? ക്ലീനിങ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. കിട്ടിയോ റിസീവിംഗ് ഏരിയ? ഓക്കെ, വേറെ വേഗം ഒന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. റിസീവ് ഫംഗ്ഷണൽ ഏരിയാസിൽ ആ ഒരു ഓർഡർ മറക്കാതിരിക്കുക. അതിനുള്ളിൽ വരുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. ബാക്കി ജനറൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. റിസീവിംഗ് ഏരിയയും ക്ലീനിങ് ഏരിയയുമാണ് നമ്മൾ ഇതിൽ 2 എണ്ണം പറഞ്ഞത്. ബാക്കി 4 എണ്ണം കൂടി ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ
പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭാഗം ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ക്ലിയർ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.